ഹേ ഗായ്സ്, ഇറ്റ്സ് മീ വിദ്യ. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഗായ്സ്. അപ്പോൾ ഒരു ഞായറാഴ്ച ദിവസമാണ്. ഞാൻ അന്ന് ചെയ്ത ഒരു സെൽഫ് കെയർ റുട്ടീനാണ് ഗായ്സ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഓക്കെ, സെൽഫ് കെയർ എന്ന് പറയുന്ന സംഭവം സ്കിൻ കെയർ ഒന്നും അല്ല കേട്ടോ. അതുകൊണ്ട് സ്കിൻ കെയർ എടുത്ത് മാറ്റിക്കളാം നിങ്ങൾ. സെൽഫ് കെയർ ഞാൻ ഒരുപാട് നാളുകൾ എന്തെങ്കിലും എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ സത്യം പറഞ്ഞാൽ ചെയ്തിട്ട് ഒരു കെയറും സത്യം ഞാൻ ശ്രദ്ധിക്കാറുമില്ല, ഇപ്പോൾ കൊടുക്കുന്നുമില്ല. മുടിയൊക്കെ എന്ന് പറഞ്ഞാൽ ഫുൾ ഡാമേജ്. നമ്മൾ പറയത്തില്ലേ ടോട്ടൽ ബോഡി ഡാമേജ് എന്ന്, അതേപോലെ തന്നെ മുഖവും മുട്ടിയും ഒക്കെ ഡാമേജ് ആയി തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, ഐ ഷുഡ് ഡു ഇറ്റ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ശരി, വീഡിയോ എടുക്കാം. അപ്പോൾ കുറച്ച് പേർക്കെങ്കിലും ഹെൽപ്ഫുൾ ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ സംഭവം ആദ്യത്തെ പരിപാടി ഞാൻ ചെയ്യുന്നത് ഫേസ് ഷേവിങ് ആണ് കേട്ടോ. ഫേസ് ഷേവിങ് ഒരുപാട് ഐ തിങ്ക് ഒരു 2 to 3 months എങ്കിലും ആയിട്ടുണ്ട് ഞാൻ ഫേസ് ഷേവ് ചെയ്തിട്ട്. അപ്പർ ലിപ്സിലൊക്കെ അത്യാവശ്യം ഹെയർസ് പ്രസൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഫേസ് ഷേവ് ചെയ്ത് കൊടുക്കുന്ന എൻ്റെ സ്ഥിരം പരിപാടി. മുഖത്ത് നല്ല രീതിക്ക് ഞാൻ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കും കേട്ടോ. ലൈക്ക് നിങ്ങൾക്കിപ്പോൾ അലോവേറ ജെല്ലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് അപ്ലൈ ചെയ്യാം. മോയ്സ്ചറൈസറോ എന്തെങ്കിലും ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ലോഷൻസോ കാര്യങ്ങളോ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ ഗൈസ്, അങ്ങനെ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് അപ്പർ ലിപ്സിലേക്ക് എടുത്ത് കളയുന്നുണ്ട്. പിന്നെ നമ്മുടെ കവിളിൻ്റെ 2 സൈഡിലും കുറച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു പിമ്പിളുണ്ട്, അതിൽ ഒരു കാരണവശാലും പിമ്പിൾസിൽ ഡയറക്റ്റായിട്ട് ഫേസ് റേസർ ഉപയോഗിച്ച് ഷേവ് ചെയ്യരുത്. ഓക്കെ ഗൈസ്, അപ്പോൾ അത് കുറച്ചും കൂടെ നിങ്ങൾക്ക് പണി കിട്ടും. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തൊക്കെ കഴിഞ്ഞിട്ട് ഫേസ് മൊത്തത്തിൽ ഷേവ് ചെയ്യുന്ന പരിപാടിയാണ് ഞാൻ ആദ്യത്തെ സ്റ്റെപ്പിൽ കാണിക്കുന്നത്. പിന്നെ അങ്ങോട്ട് ഞാനൊരു സത്യം പറഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും മനസ്സുകൊണ്ട് ഇങ്ങനെ ചെയ്യാൻ ആഗ്രഹമുള്ള ചില ദിവസങ്ങൾ വരും. എന്ന് വെച്ചാൽ എനിക്ക് സ്വാഭാവികമായിട്ട് അത്യാവശ്യം ഞാൻ അധികം ഇപ്പോൾ ശ്രദ്ധിക്കാറുമില്ല. പിന്നെ കുറച്ച് നല്ല മടിയുള്ള കൂട്ടത്തിലുമാണ്. ഒരു ത്വര വരത്തില്ല. അപ്പോൾ ചില ദിവസം നമ്മൾ വിചാരിക്കും ചെയ്യണം എന്ന് വിചാരിച്ച് അങ്ങ് ചെയ്യുമല്ലോ. അപ്പം ഞാൻ ചെയ്യുന്ന സ്ഥിരം എന്ന് പറഞ്ഞാൽ എനിക്ക് എപ്പോഴൊക്കെ ഇങ്ങനെ എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ സെൽഫ് കെയർ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്ന് തോന്നിയാൽ ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ. അപ്പോൾ സെൽഫ് കെയർ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഹാപ്പിനെസ്, നിങ്ങൾക്ക് മനസ്സിന് സന്തോഷമുള്ള കാര്യങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്യാം. അതൊക്കെ നിങ്ങളുടേതായ ചോയ്സാണ് കേട്ടോ. ഞാൻ എന്താ ചെയ്യാറുള്ളത് അതാണ് കേട്ടോ കാണിക്കുന്നത്. ഞാൻ മുഖം ഒന്ന് ഫേസ് ഷേവ് ചെയ്തിട്ട് മുഖമൊക്കെ ഇതേപോലെ ഒന്ന് ഫേസ് വാഷൊക്കെ ചെയ്ത് കഴിഞ്ഞു. സോപ്പോ ക്ലെൻസറോ ഒന്നും ഉപയോഗിക്കുന്നില്ല. പിന്നെ അത് ജസ്റ്റ് ഒരു ടിഷ്യൂ ഒക്കെ വെച്ചിട്ട് ഒന്ന് വൈപ്പൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇനിയാണ് എൻ്റെ ഫേവറേറ്റ് പാർട്ട്, ഐസ് ഫേഷ്യലാണ് ഗൈസ്. എത്ര നാളായെന്നറിയാമോ ഞാനൊന്ന് ചെയ്തിട്ട്. സത്യം പറഞ്ഞാൽ ഇത് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു റിലാക്സേഷനാണ്. പിന്നെ ഞാനിങ്ങനെ ഐസ് എടുത്തിട്ട് ഡയറക്റ്റ്ലി സ്കിന്നിൽ റബ്ബ് ചെയ്യും. എപ്പോഴാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യത്തില്ല. ബട്ട് സംടൈംസ് എന്താ പറയുക, എനിക്ക് ഭയങ്കര എക്സോസ്റ്റഡ് ആയിട്ട് നമ്മൾ ചൂടൊക്കെ കൂടുമ്പോഴും നമ്മൾ ചെയ്യാറില്ലേ ഒരു തണുപ്പ് മൊത്തത്തിൽ കിട്ടാൻ വേണ്ടി. അങ്ങനെയാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. ജസ്റ്റ് ഐസ് ക്യൂബ്സൊക്കെ എടുത്തിട്ട് നിങ്ങൾക്ക് വെള്ളത്തിൽ ഇട്ട് മുഖം ഒന്ന് ജസ്റ്റ് ഒന്ന് മുക്കിയെടുക്കാം. ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടിഷ്യൂ പേപ്പറിൽ പൊതിഞ്ഞിട്ട് ഐസ് ക്യൂബ് പൊതിഞ്ഞിട്ട് ഒപ്പി എടുക്കാം. ഇനി അടുത്ത പരിപാടി എൻ്റെ ഒരു ഫേസ് പാക്കാണ്. എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് പാക്കാണ്. അതിൽ ഫ്രഷ് മഞ്ഞൾ, നമ്മുടെ ഇവിടെ തന്നെ നിന്നും അപ്പം തന്നെ എടുത്ത മഞ്ഞളാണ്. ആ മഞ്ഞൾ ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് കല്ലില്ലേ, നമ്മുടെ ആ കല്ലിനകത്ത് എന്തോ ചെയ്തു, ഞാൻ ജസ്റ്റ് അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് പീൽ ചെയ്തൊക്കെ കളഞ്ഞിട്ട് ജസ്റ്റ് ഇങ്ങനെ നമ്മൾ ഉരച്ചിങ്ങനെ എടുക്കില്ലേ, ആ ഒരു പരിപാടിയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഫ്രഷ് മഞ്ഞൾ തന്നെയാണ് എടുക്കുന്നത്. എൻ്റെ സ്ഥിരം ഫേസ് പാക്കാണ് ഗൈസ് ഞാൻ ഉപയോഗിക്കുന്നത്. ഭയങ്കര സെറ്റപ്പായിട്ട് എനിക്ക് ഫേസ് പാക്ക് ഓരോന്ന് ഉപയോഗിക്കാനോ അങ്ങനൊന്നും എൻ്റെ മൈൻഡിൽ വരില്ല. ഫസ്റ്റ് എനിക്കൊരു ഫേസ് പാക്ക് വേണമെന്ന് ചിന്തിക്കുമ്പോൾ എൻ്റെ മൈൻഡിൽ വരുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന് കടലമാവും, ഒന്ന് നല്ല ഫ്രഷ് തൈരും. ഇതിൻ്റെ കൂടെ അഡീഷണലായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ചേർക്കും, ഇല്ലെങ്കിൽ ഇല്ല. അപ്പോൾ ഇത്തവണ ഞാൻ ചേർക്കുന്നത് നമുക്ക് കിട്ടിയ ഈ ഒരു ഫ്രഷ് മഞ്ഞളാണ്. അത് നല്ലതുപോലെ ഞാൻ കല്ലിലിട്ട് ഇങ്ങനെ ഒന്ന് ഉരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പേസ്റ്റും തൈരും
പിന്നെന്താണ് കുറച്ച് കടലമാവും. അപ്പോൾ ഇത് ഡയറക്റ്റായിട്ട് മുഖത്ത് തേച്ചാൽ ബേൺസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സെൻസിറ്റീവ് സ്കിന്നൊക്കെ ആണെങ്കിൽ ഒരിക്കലും ഇത് മൊത്തത്തിൽ ഡയറക്റ്റായിട്ട് എടുത്ത് ഫ്രഷ് മഞ്ഞളൊക്കെ ആണെങ്കിൽ ഡയറക്റ്റായിട്ട് എടുത്ത് മുഖത്ത് തേക്കരുത്. ഒരുപാട് ഇറിറ്റേഷൻ സംഭവിക്കും കേട്ടോ. സോ ഒരു കാര്യം നിങ്ങൾ ചിന്തിക്കേണ്ടത്, മഞ്ഞളിലെ ഒന്ന് ഡൈല്യൂട്ടാക്കുന്ന പരിപാടി, ഒന്നെങ്കിൽ തൈര് ചേർക്കാം അല്ലെങ്കിൽ ഈ കടലമാവ് ചേർക്കാം, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ. ഓക്കെ ഗൈസ്. പിന്നെ ഇതിന് നല്ലൊരു മഞ്ഞ കളറാണ്. കയ്യിലൊക്കെ മഞ്ഞ കളറൊക്കെ ആകാൻ ഇഷ്ടപ്പെടാത്തവർ ചെയ്യണ്ട കേട്ടോ. അപ്പോൾ അവർക്ക് ചിലപ്പോൾ കയ്യിൽ എവിടെയെങ്കിലുമൊക്കെ പോകുന്ന സമയത്ത് കയ്യിൽ മഞ്ഞ കളറൊക്കെ ആകും എന്നൊക്കെ വിചാരിച്ചാൽ അത് കുറച്ച് ഇതായിരിക്കും. ബട്ട് കുഴപ്പമില്ല, ഒരു 2 to 3 ഒരു ഹാൻഡ് വാഷൊക്കെ ചെയ്ത് കഴിയുമ്പോൾ അതങ്ങ് പൊക്കോളും. സോ ഗൈസ്, നമ്മുടെ ഫേസ് പാക്ക് റെഡിയാണ്. ഓക്കെ, ഫേസ് പാക്ക് എന്ന് പറയുമ്പോഴത്തേനും ഞാൻ പറഞ്ഞല്ലോ, മഞ്ഞൾ, കടലമാവ്, തൈര്, അങ്ങനെ ഇത് മൂന്നും കൂടെയാണ് മിക്സ് ചെയ്യുന്നത്. ഭയങ്കര ഫ്രഷ് ഒരു സ്മെല്ലായിരുന്നു ആ മഞ്ഞളിൻ്റെ. എന്തൊരു മണമായിരുന്നെന്നറിയാവോ. സത്യം പറഞ്ഞാൽ അത് ഡിഫറൻസ് ഞാൻ ആലോചിക്കുമ്പോൾ, നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന മഞ്ഞളിൻ്റെ പൊടിയില്ലേ, ആ പൊടിയും ഈ ഒരു മഞ്ഞളും കൂടെ ഒക്കെ ഒന്ന് മണപ്പിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഒന്നുമല്ല കടയിൽ നിന്ന് വാങ്ങിക്കുന്നത്. എന്തോരം ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള സാധനങ്ങളായിരിക്കും അവരപ്പോൾ അതിൽ ചേർക്കുന്നത്. നമുക്ക് നാച്ചുറലായിട്ട് നമ്മുടെ കയ്യിലൊരു സാധനം കിട്ടുമ്പോൾ നമുക്ക് നല്ലതുപോലെ അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ചന്ദനത്തിൻ്റെ നമ്മൾ തടി എടുത്തിട്ട് നമ്മൾ ഉരച്ചിട്ട് തേക്കുമ്പോൾ അതിന് വരുന്നൊരു മണം. ബട്ട് ചന്ദനത്തിൻ്റെ സാൻഡൽവുഡ് പൗഡറെന്നും പറഞ്ഞ് ഓരോ കമ്പനിക്കാർ തരുന്നത് വാങ്ങിച്ച് ഉപയോഗിക്കുമ്പോൾ അതെന്താണ്, അത് സാൻഡൽവുഡ് പൗഡറൊന്നും അല്ല, അത് വേറെ എന്തോ സാധനം കണ്ട. അപ്പോൾ അതേപോലെ തന്നെ ഈ ഒരു ഫേസ് പാക്ക് ഇട്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു മണവും എന്താ പറയുക, ഒരു ഭയങ്കര ഒരു ഫ്രഷ്നെസ് ആയിട്ട് എനിക്ക് തോന്നി കേട്ടോ. അങ്ങനെ ഫേസ് പാക്ക് ഇട്ട് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ചിന്തിച്ചത്, എൻ്റെ തലമുടി. ഗൈസ്, ട്രസ്റ്റ് മീ, എൻ്റെ തലമുടിയിൽ ഇപ്പോൾ എൻ്റെ മുടി കൊഴിച്ചലിന് യാതൊരു കണക്കുമില്ല. ഇടയ്ക്ക് വെച്ച് ഒന്ന് കുറഞ്ഞതായിരുന്നു, ഇപ്പോൾ വീണ്ടും സ്റ്റാർട്ടായിട്ടുണ്ട്. എനിക്കറിയാൻ പാടില്ല ഇതെന്താണെന്ന്. മേ ബി ഡ്യൂ ടു സോ മെനി റീസൺസ് ആണ്. അത് ഇത് വരാം, എന്താ പറയുക, അയൺ ഡെഫിഷ്യൻസി മൂലം വരാം, എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. ബട്ട് നല്ല രീതിക്ക് മുടി പൊഴിയുന്നുണ്ട്. അപ്പോൾ ഈ മുടി പൊഴിയുന്ന സമയത്ത് തന്നെയും എനിക്കൊരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയാമോ, മുടി ഒരുപാട് പൊഴിയുന്നുണ്ടെങ്കിൽ ഞാൻ എണ്ണ എന്നും തേച്ച് നമ്മൾ മുടി ചീകുമ്പോൾ ഒരുപാട് മുടി എന്നും പോവും വിചാരിച്ചിട്ട് ഞാനിപ്പോൾ ഓയിലും എടുത്തിട്ട് മസാജിങ്ങും വളരെ കുറവാണ്, ഹെയർ മസാജിങ്. അതുകൊണ്ട് തന്നെ സ്കാൽപ്പിലോ ഒരു ഡ്രൈനെസ് ആണ് എപ്പോഴും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് അത്യാവശ്യം ഒന്ന് ഹെയർ ഓയിൽ എടുത്തിട്ട് ഒരു മസാജിങ് കൊടുത്തേ പറ്റൂ. സോ ഗൈസ്, അടുത്തത് നമ്മളിനി ശ്രദ്ധിക്കാൻ പോകുന്നത്, നമ്മുടെ ഫേസ് പാക്കൊക്കെ ഇട്ടിട്ട് ഞാൻ സെറ്റായിട്ട് മുഖമൊക്കെ ഒരു ഫ്രഷ്നെസ് എനിക്ക് കിട്ടുന്നുണ്ട്. ഇനി എൻ്റെ തലമുടിയുടെ പരിപാടിയാണ്, ഹെയർ ഓയിലിംഗ് പരിപാടിയാണ്. ഇനി ഞാൻ ഹെയർ ഓയിലിംഗ് ചെയ്യുന്നത് ഓരോരുത്തർ ചെയ്യില്ലേ, ഓരോ സ്കാൽപ്പ് എടുത്തിട്ട്, എന്ന് വെച്ചാൽ സ്കാൽപ്പ് എടുത്തിട്ട് ഓരോ പാർട്ടീഷൻ എടുത്തിട്ട് എണ്ണ അപ്ലൈ ചെയ്യുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്കതറിയാൻ പാടില്ല എങ്ങനെയാണ്. അതുകൊണ്ട് ഞാൻ പണ്ട് തൊട്ടും ഇപ്പോൾ വരെയും ഓരോ വീഡിയോയിലൊക്കെ കാണാറുണ്ട്. ബട്ട് അതെനിക്ക് എങ്ങനെ ചെയ്യാനും എനിക്ക് അതിനോടൊന്നും വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആദ്യമേ കുറച്ച് എണ്ണ എടുത്തിട്ട് ഇതേപോലെ ഞാനൊരു മസാജിങ് ചെയ്യും. എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കാൽപ്പ് ഞാനൊന്ന് മസാജ് ചെയ്യും. അത്യാവശ്യം ഒരു 2-3 മിനിറ്റെങ്കിലും ഒന്ന് മസാജ് ചെയ്യും. എന്നിട്ട് നമ്മുടെ കയ്യിൽ ആ ഒരു എണ്ണ കാണുമല്ലോ, ആ എണ്ണ ഇപ്പം ഞാൻ മുടി 2ആയിട്ടാണ് എടുത്തേക്കുന്നത്, 2 പാർട്ടീഷനായിട്ട് എടുക്കും. അപ്പോൾ 2 സൈഡിൽ ആ ബാക്കി വരുന്ന എണ്ണ മൊത്തത്തിൽ ഒന്ന് തേക്കും. എന്നിട്ട് കുറച്ചും കൂടെ എണ്ണ എടുത്തിട്ട് ഞാനിപ്പോൾ ചെയ്യുന്ന കണ്ടോ, അതേപോലെ സൈഡിൽ സ്കാൽപ്പിലെല്ലാം തേച്ച് കൊടുക്കും. ഇങ്ങനെ ഒരു മസാജിങ് പരിപാടിയുണ്ട് മൊത്തത്തിൽ ഇതേപോലെ. അല്ലാതെ സ്കാൽപ്പ് ഇപ്പോൾ ഒരു സൈഡ് എടുത്തിട്ട് കുഞ്ഞു പാർട്ടീഷൻ എടുത്തിട്ട് ഓരോ പാർട്ടീഷനിലും തേച്ച് കൊടുക്കുന്ന പരിപാടിയില്ല. അപ്പോൾ ഞാൻ ഈ തേച്ച് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടോയെന്ന് എനിക്കറിയാൻ പാടില്ല, എവിടുന്നാണെന്നറിയത്തില്ല, എവിടുന്നെങ്കിലുമൊക്കെ ഓരോരോ വേദനകൾ വരും. കാരണം തലമുടിയിൽ സ്കാൽപ്പിലൊക്കെ ഒരുപാട് നാളായാലും ഇങ്ങനൊരു മസാജിങ് ഒക്കെ ചെയ്ത് കൊടുത്തിട്ട്, അപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ ഒരു ചെറിയ ഒരു കുഞ്ഞു വേദനകൾ, ഒരു ചെറിയ ബംസ് പോലെയൊക്കെ ഇങ്ങനെയൊക്കെ ഇരിക്കും.
അപ്പോൾ കൈ വെക്കാത്തതുകൊണ്ട് എന്തോരം സ്കാൽപ്പിലൊക്കെ ചേഞ്ചസ് സംഭവിച്ചത്. അതുകൊണ്ട് ഇതേപോലെ മസാജിങ് ചെയ്യുന്ന സമയത്ത് നല്ല രീതിക്ക് മുടി പോകും. അത് നിങ്ങൾ കണ്ടിട്ട് പേടിക്കണ്ട. ബട്ട് അത് മസാജിങ് ചെയ്യുന്നത് ബ്ലഡ് സർക്കുലേഷനൊക്കെ കൂടിയിട്ട് ഹെയർ ഫോളൊക്കെ കുറയ്ക്കും. ഓക്കെ ഗൈസ്, ഫർദറായിട്ട് നിങ്ങളുടെ സ്കാൽപ്പ് ഡ്രൈ ആകാൻ സമ്മതിക്കത്തില്ല. അതുകൊണ്ടാണ്. ഓക്കെ, ഇനി ഞാൻ എല്ലാം ഇതേപോലെയൊക്കെ എണ്ണയൊക്കെ തേച്ച് നല്ല കുട്ടപ്പനായി, ചുരുക്കി പറഞ്ഞാൽ മുടുക്കനായി. ഓക്കെ ഗൈസ്, അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് മുടിയൊക്കെ ഒന്ന് നല്ല രീതിക്ക് എണ്ണയൊക്കെ തേച്ച് സെറ്റായി വെച്ചു. ഇനി എൻ്റെ സംഭവം എന്താണെന്ന് വെച്ചാൽ ഹെയർ പാക്ക് അല്ലെങ്കിൽ ഹെയർ മാസ്ക് ആണ്. ഞാൻ പറഞ്ഞല്ലോ, ഹെയർ പാക്ക് എന്നൊക്കെ പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ എനിക്ക് മടിയുണ്ട്, ഞാൻ ഓർക്കാറുമില്ല. ഹെയർ പാക്ക് ഞാൻ ഒരു ദിവസം ഇടുന്നുണ്ടെങ്കിൽ അത്രത്തോളം എനിക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ട് എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. എന്നുള്ളതായ അന്ന് എനിക്ക് ചെയ്യാൻ ഭയങ്കര ത്വരയായി. ഒരു ഹെയർ പാക്കൊക്കെ ഇട്ട് മുടി ഒന്ന് സെറ്റാക്കണം എന്ന് വിചാരിച്ചിട്ട് തന്നെയായിരിക്കും ഞാൻ അന്നൊരു ഹെയർ പാക്ക് യൂസ് ചെയ്യുന്നത്. അല്ലാണ്ട് സത്യം പറഞ്ഞാൽ എനിക്കൊരു മടിയാണ്. കാരണം ഇതൊക്കെ ഡ്രൈ ചെയ്ത് ഒന്നൊക്കെ എന്ന് വെച്ചാൽ ഹെയർ വാഷൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഒരു നേരമാവും. അത് നിങ്ങൾ അവസാനം കാണും കേട്ടോ എത്ര നേരമാവും. അപ്പം ഇതിൽ ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന ഫ്ലാക്സ് സീഡ് തലേന്ന് സോക്ക് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അതിൻ്റെ കൂടെ നമ്മുടെ ഉലുവയുടെ സീഡ്സ്, പിന്നെ വേറെ ഒന്നും ഞാൻ ചേർക്കുന്നില്ല, തൈരൊന്നും ചേർക്കുന്നില്ല. കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്തിട്ട് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ഇതേപോലെ തേച്ച് കൊടുക്കുന്നുണ്ട്. ഓക്കെ ഗൈസ്, സ്കാൽപ്പിലാണ് ഫോക്കസ് കൊടുക്കുന്നത്. പിന്നെ റൂട്ട് തൊട്ട് എൻഡ് വരെയും നല്ല രീതിക്ക് മുടിയുടെ തുമ്പ് വരെയും തേച്ച് കൊടുക്കുന്നുണ്ട്. ഓക്കെ, നമ്മൾ മുടി ഹെയർ പാക്ക് ട്രൈ ചെയ്യുമ്പോൾ ഒരിക്കലും സ്കാൽപ്പ് മാത്രം ഫോക്കസ് ചെയ്യണമെന്നില്ല. ബട്ട് മുടിയുടെ ടിപ്പ് വരെ നമുക്ക് ചെയ്ത് കൊടുക്കാം. ബിക്കോസ് മുടിയുടെ ടിപ്പിലാണ് ഒരുപാട് സ്പ്ലിറ്റൻസ് വരുന്നത്. ഇനി ഇതെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേനും ഒരു 6-6:30 നൈറ്റ് എന്ന് പറയാൻ പറ്റില്ല, ബട്ട് ഒരു ഇരുട്ടിയൊരു പരിപാടിയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ശരി, എൻ്റെ നൈറ്റ് സ്കിൻ കെയർ റുട്ടീനും കൂടെ ഞാൻ കാണിക്കാമെന്ന്. പ്രത്യേകിച്ചൊന്നുമില്ല, ഞാനിപ്പോൾ മുഖത്ത് ഫേസ് പാക്കൊക്കെ ഇട്ടുകൊണ്ട് ഒരു ത്വരയിലൊക്കെ നൈറ്റ് സ്കിൻ കെയർ റുട്ടീൻ ചെയ്യണം എന്ന് കാണിക്കുന്നതാണ് കേട്ടോ. ചില ദിവസങ്ങൾ ഞാൻ ഓർക്കത്ത് പോലും ഇല്ല, അതാണ് സത്യം. അങ്ങനെ നൈറ്റ് സ്കിൻ കെയർ റുട്ടീനിൽ എൻ്റെ ഒരു സീറമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഹൈലറോണിക് ആസിഡ് സീറമാണ്. അത് കഴിഞ്ഞ് ജസ്റ്റ് ഇതേപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കുന്നുണ്ട്. സിമ്പിൾ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെയാണ്. അതൊന്ന് ലോക്ക് നമ്മുടെ സീറം ഒന്ന് ലോക്കാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, ഒന്ന് അബ്സോർബ് ആക്കാൻ വേണ്ടിയിട്ട്. വെറും സീറം മാത്രം അപ്ലൈ ചെയ്യരുത്, ബിക്കോസ് അത് ഫുള്ളി ആയിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടത്തില്ല. സോ ഇതാണ് ഗൈസ് ഫൈനലി എൻ്റെ സെൽഫ് കെയർ റുട്ടീൻ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ.